ഒക്കെ ഉപയോഗം അമിതമായ ഉപയോഗമില്ല ടീച്ചർ, അത് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കീടനാശിനി കുറച്ച് ഉപയോഗിക്കേണ്ടി വരും, അമിതമായ ഉപയോഗമില്ല. ഇത് ജൈവ കീടനാശിനികളിലേക്ക് മാറാൻ സാധിക്കും. ജൈവ കീടനാശിനിയിലേക്ക് മാറുന്നുണ്ട്. അത് മാറണം. അത് പടിപടിയായിട്ട് പെട്ടെന്ന് മാറാനുള്ള ശ്രമം കൂടി നടത്തണം. അല്ലെങ്കിൽ കുട്ടനാട് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടുത്തെ മുഴുവനും പരിസ്ഥിതിയും വളരെ വളരെ മലിനമായി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും വിധം ദോഷകരമായ രീതിയിൽ രാസവളങ്ങളും കീടനാശിനിയും ഉപയോഗിച്ച് കുട്ടനാട്ടിലെ വെള്ളവും കുട്ടനാട്ടിലെ കൃഷിയും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. അതിനൊരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. ഇനിയൊരു ചോദ്യം, ഈ വോളണ്ടിയേഴ്സിന് ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞു. എല്ലാവരും പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളാണെന്ന് തോന്നി അവരെ കണ്ടിട്ട്. അവരെങ്ങനെ ജീവിക്കുന്നു? നിങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ അവരെങ്ങനെ പോയി ജോലി ചെയ്യുന്നു? കുറേയധികം സേവന സന്നദ്ധതയോടുള്ളവരാണ് വരുന്നത്. അവർക്ക് മാത്രമേ ഈ പദ്ധതി നന്നാക്കി നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. എന്ത് കുട്ടിയാ അത് പറഞ്ഞല്ലേ? സേവന സന്നദ്ധത ഉണ്ടെങ്കിലും അവർക്ക് ജീവിക്കണ്ടേ? അവരിപ്പോൾ ഒരു ചെയ്യുന്ന തൊഴിലിനൊരു കൂലി കൊടുക്കൂ. അതുകൊണ്ട് ഒരു ദോഷവുമില്ല. നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു കൂലി നിശ്ചയിക്കുന്നവരാണ്. തൊഴിലുറപ്പ് പദ്ധതിക്കും പോരാ എന്ന് പറയുന്നവരാണ്. അപ്പോൾ ഈ പാവപ്പെട്ട പെൺകുട്ടികൾ, ഗ്രാമത്തിലെ പെൺകുട്ടികൾ വോളണ്ടിയേഴ്സായിട്ട് നടക്കുമ്പോൾ അവർക്കതൊരു വരുമാനം കൂടി ആക്കി കൊടുത്താൽ സേവനവും വരുമാനവും ഒന്നിച്ച് കൊണ്ടുപോകണം. അവർക്കതൊരു തൊഴിലാക്കി കൊടുക്കണമെന്ന് എനിക്കൊരു പ്രത്യേക അഭിപ്രായമുണ്ട്. അത് ശരിയാണെന്നാണ് ഇവരുടെയൊക്കെ അഭിപ്രായം എന്ന് എനിക്ക് തോന്നുന്നു. ആശാ വോളണ്ടിയേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട്, അവരുടെ പ്രോജക്റ്റ് അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ അവരെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അവർക്കുള്ള സഹായങ്ങൾ ചെയ്യും. ജൂറിയിലേക്ക് ഈ ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്ന സ്കോർ എത്രയാണെന്ന് നോക്കാം. അർവിജി സർ. 15-ൽ 12. 15-ൽ 12. 10-ൽ 6. 10-ൽ 6 മാർക്ക്. അത് തന്നെയാണ് 10-ൽ 6 മാർക്ക്. ആലപ്പുഴ ജില്ലയിലെ തകഴി ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്ന ടോട്ടൽ മാർക്ക് 42 ഔട്ട് ഓഫ് 60. 60-ൽ 42 മാർക്ക്. നമുക്കും ഇവരെ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യേണ്ട SMS ഫോർമാറ്റ് ഇതാണ്: GKE സ്പേസ് TKZ സ്പേസ് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന മാർക്ക് ഔട്ട് ഓഫ് 10 ടു ദിസ് നമ്പർ. ഗ്രീൻ കേരള എക്സ്പ്രസ്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഇടരിക്കോട് പഞ്ചായത്ത്. ഈ പരിപാടിയിലൂടെ പഞ്ചായത്തിനെ സമ്പൂർണ്ണ തരിശുമുക്ത പഞ്ചായത്തായി മാറ്റുക എന്ന ലക്ഷ്യമാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യം. ഒന്ന്, പരമാവധി യന്ത്രവൽക്കരണത്തിലുള്ള അവസരമുണ്ടാകും. രണ്ടാമത്, സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ പരമാവധി അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ഇതിന് വലിയ വലിയ നിയമ പുലിവാലുകളൊക്കെ ഉള്ളതാണ്. കണ്ണപുരം പഞ്ചായത്ത്. കളിയൊരുക്കം എന്ന ചിത്രത്തിലെ അഭിനേതാക്കളാണിവർ. ഇവിടെ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ കേരളത്തിൽ മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല കുട്ടികളുടെ ചലച്ചിത്രങ്ങളിലൊന്നാണ് കളിയൊരുക്കം. അത് തീർച്ചയായിട്ടും അതിന് കണ്ണപുരം പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നു. കേരളത്തിന്റെ വികസനത്തിന്റെ തൊണ്ടയടപ്പ് മാറ്റാൻ നമ്മുടെ കയ്യിൽ ജനകീയ ആസൂത്രണത്തിന്റെ ചുക്കുപൊടിയുണ്ട്. അതിന്റെ കൂടെ സംസ്കാരത്തിന്റെയും കലയുടെയും ഒരു തേൻ കൂടി ഒഴിച്ചാൽ ഒരു രസായനമാകും. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുഴിലാളെ കുട്ടുവേണം കുഴൽ വേണം കുരവ വേണം ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടുവേണം കുഴൽ വേണം കുരവ വേണം ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോ. വരവേൽക്കാൻ ആളു വേണം, കോടി തോരണങ്ങൾ വേണം, വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോ. ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.